കണ്ണീറായാലും ശരി, ഇനിയിപ്പോൾ അങ്ങനെ അസൂയക്കാരുടെ പ്രശ്നങ്ങളായാലും ശരി, ഇനി വേറെ എന്തെങ്കിലും പൈശാചിക തടസ്സങ്ങളായാലൊക്കെ ശരി, അത് മാറാൻ, അല്ലെങ്കിൽ നമ്മളൊരു പരിപാടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ. പല ആളുകൾക്കും പലതരം തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ തടസ്സങ്ങളെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പ്രവൃത്തി തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ശാരീരിക തടസ്സങ്ങളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തടസ്സങ്ങളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനമാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുക. അതായത് എന്തെങ്കിലും അസുഖ രൂപത്തിൽ വരിക, അല്ലെങ്കിൽ വേദനകളുടെ രൂപത്തിൽ വരിക, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവർക്ക്, നമ്മളെ കുടുംബത്തിലാർക്കെങ്കിലും, അതായത് നമ്മൾ പരിപാലിക്കേണ്ട നമ്മളെ അവകാശത്തിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ കാര്യം നമ്മളെന്താണോ തുടങ്ങിയത് അതിലേക്ക് പോവാതിരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് അസുഖം, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ശാരീരിക അസുഖങ്ങൾ, അതിപ്പോൾ പല രൂപത്തിൽ വരാം. നമുക്ക് എന്തെങ്കിലും പനി പോലെ, അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് വയറുവേദന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം, നമ്മൾ അതുവരെ ഇല്ലാത്തൊരു അസുഖം ആ പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞുമ്പോൾ ഒരസുഖം ഉണ്ടാവാം. അത് ചിലപ്പോൾ 2-3 മാസങ്ങളെടുത്ത് മാറുന്നു, നമ്മൾ വീണ്ടും അതിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നമുക്ക് ചിലപ്പം കണ്ണീറുകൊണ്ട് മെയിനായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും നമ്മളെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരനോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തുടങ്ങാൻ പോകുമ്പം ഉള്ള അസൂയക്കാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ അതിന് അല്ലാഹുമ്മ റബ്ബന്നാസ അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമൻ. ഈ ദിക്ർ നമ്മളെല്ലാം